അല്ലാഹു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവന്റെ കൈ അല്ലാഹു ആകുമല്ലോ, അവന്റെ കണ്ണല്ലാഹു ആകുമല്ലോ, അവന്റെ ചെവി അല്ലാഹു ആകുമല്ലോ, അവന്റെ കാലല്ലാഹു ആകുമല്ലോ. അവൻ അല്ലാഹുവിലേക്ക് നടന്നാൽ പടച്ചവൻ അവനിലേക്ക് ഓടി വരുമല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യനെ അല്ലാഹു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവന്റെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടുകയാ. അതുകൊണ്ട് തവക്കൽതു അലല്ലാഹ് എന്ന് പറയുന്ന ഒരു നല്ല ഗുണം നിനക്കുണ്ടോ? ഒന്നാമത്തെ പ്രതിഫലം എന്ത്? നിന്നെ അല്ലാഹു ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ, പരിശുദ്ധമായ ഖുർആൻ പറയുന്നു. ഒന്ന്, നിന്നെ അല്ലാഹു ഇഷ്ടപ്പെടുന്നുണ്ട്. അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് മാത്രമേ ഇത് പറയാൻ കഴിയൂ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹ് ഈമാൻ നൽകുമാറാകട്ടെ. ഇന്ന് ഈ വഅദിന് വരുന്നതിന് മുമ്പ് ഒരു വട്ടമെങ്കിലും തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈവക്കുക. ഇന്ന് വഅദിന് വരുന്നതിന് മുമ്പ് താത്താമാര്, ഞാൻ പറഞ്ഞില്ലേ അല്ലാഹ് ഇഷ്ടപ്പെട്ടവർക്ക് മാത്രമേ ഇത് പറയാൻ പറ്റൂ. അല്ലാതെ താടിയും തഴമ്പും മാത്രമല്ല, അല്ലാഹു ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിക്ക് മാത്രമേ എന്ത് കാര്യം വരുമ്പോഴും തവക്കൽതു അലല്ലാഹ് എന്ന് പറയാൻ പറ്റൂ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കെ പറ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് നിസ്സാരമല്ല, അത് വെറുതെ പറഞ്ഞ് കളയേണ്ട ഒരു വാചകമല്ല. ജീവിതത്തിലേക്ക് എത്ര വലിയ പ്രതിസന്ധിയും ഏത് പ്രയാസം വന്നാലും എന്റെ പ്രിയപ്പെട്ടവരെ, ആ ഒരു നല്ല ഗുണം നമ്മുടെ നാവിലേക്ക് നമ്മൾ കൊണ്ടുവരണം. മറ്റുള്ളവരോട് നമ്മൾ പറയും, അതല്ല അല്ലാഹുവിനോട് പറ. അല്ലാഹുവിനോട് നമ്മുടെ കാര്യങ്ങൾ, അതാ പറഞ്ഞത്, ഒരിക്കലും മരണമില്ലാത്ത അല്ലാഹ്, ഒരിക്കലും മരിക്കാത്തവനോടാണ് നിങ്ങൾ പരമേൽപ്പിക്കേണ്ടത് എന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഒരു നല്ല ഗുണം നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ കഴിയണം. അപ്പൊ ആർക്കെങ്കിലും തവക്കൽതു അലല്ലാഹ് എന്ന് പറയുന്ന ഗുണമുണ്ടെങ്കിൽ നിന്റെ ഹൃദയത്തിന്റെ അകത്ത് അല്ലാഹുണ്ട്. അല്ലാഹു നിലനിർത്തി തരുമാറാകട്ടെ. നിന്റെ ഹൃദയത്തിന്റെ അകത്ത് അല്ലാഹുവിന്റെ അർശുണ്ട്. മരിക്കുന്ന കാലം വരെ അല്ലാഹു നിലനിർത്തി തരുമാറാകട്ടെ. രണ്ട്, ഞാൻ വിശദീകരിക്കുന്നില്ല. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാണ്. രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബു ഇന്നല്ലാഹ ബാലിഗു അംരിഹി ഖദ് ജഅലല്ലാഹു ലികുല്ലി ശൈഇൻ ഖദറാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാണ്, തവക്കൽതു അലല്ലാഹ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? അവൻ അല്ലാഹു മതിയാവുകയാണ്. അവൻ അല്ലാഹ് മതി, ഒരു പേടിയുമില്ല. ഈ പ്രപഞ്ചത്തിൽ ഒരു മഖ്ലൂക്കിനെയും അവന് ഭയമില്ല. പടച്ചവനെ, അല്ലാഹുവിന്റെ കൂടെയുണ്ടല്ലോ. അവൻ അല്ലാഹു മതിയാവുകയാണ്. ഏത് പ്രശ്നമാണെങ്കിലും ഏത് വിഷയമാണെങ്കിലും അവൻ അല്ലാഹു മതിയാകുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. എന്റെ പ്രിയപ്പെട്ടവരെ, യാതൊരു ഭയമില്ലല്ലോ. നമുക്കെല്ലാവർക്കും അറിയാം, മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം, അല്ലാഹുവിന്റെ പ്രവാചകനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് നമ്രൂദിന്റെ അനുയായികൾ കൊണ്ടുപതാ പിടിച്ചുകൊണ്ട് വരികയാണ്. വിഗ്രഹങ്ങളെ തകർത്തതിന്റെ പേരില് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ പിടിച്ചുകൊണ്ട് വരികയാണ്. അവസാനം അവിടെ നിന്ന് പറഞ്ഞ്, എല്ലാവർക്കും മാതൃകയാകുന്ന രീതിയിലുള്ള ഒരു ശിക്ഷ വേണം ഇബ്രാഹിമിന് കൊടുക്കാൻ. ഇനി ഒരാൾ പോലും ഇങ്ങനെ നമ്മുടെ ദൈവങ്ങളോട് ചെയ്യാൻ പാടില്ല. പടച്ചവനെ, അങ്ങനെ ഭയാനകമായ ഒരു കുടി കുടിക്കുകയാണ്. ഒരു വലിയ കുടി കുടിച്ചു, ഒരു വലിയ തീകുണ്ടാരമുണ്ടാക്കുകയാണ്. ചരിത്രങ്ങൾ പറയുന്ന ആകാശത്തിന്റെ മുകളിലൂടെ പറന്നു പോകുന്ന പറവകളുണ്ടല്ലോ, നമ്രൂദിന്റെ തീകുണ്ടാരത്തിന്റെ മുകളിലൂടെ പറന്നു പോകുന്ന പറവകൾ പോലും അവിടെ നിന്ന് കരിഞ്ഞ് താഴെ വീഴുകയാണ്. ഭയാനകമായ ഒരു തീകുണ്ടാരമുണ്ടാക്കുകയാണ്. എന്നിട്ട് അതിന്റെ അടുക്കലേക്ക് പോകാൻ കഴിയാത്തത് കാരണം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ഉയരമുള്ള ഒരു സ്ഥലത്ത് ഇങ്ങനെ കയറ്റി നിർത്തുകയാണ്. അമ്പും ബില്ലും തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ഇങ്ങനെ എഴുതി വിടാ സമയമാകുമ്പോ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരികയാണ്. മഹാനായ ഇബ്രാഹിം നബിയുടെ ചാരത്തേക്ക് പടച്ചവനെ ജിബ്രീൽ എന്ന് പറയുന്ന മാലാഖ ഇറങ്ങി വരികയാ. വന്നിട്ട് ചോദിക്കുന്നു, ഇബ്രാഹിം നബിയേ,
ഞാൻ സഹായിക്കട്ടെ, ഞാൻ നിങ്ങളെ രക്ഷപ്പെടുത്തട്ടെ. ഒന്ന് സമ്മതം തന്നു കഴിഞ്ഞാൽ ഈ തീ കുണ്ടാരം ഞാൻ അണച്ചു കളയാ, നിങ്ങളെ ഞാൻ രക്ഷിക്കാൻ. നബിയേ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടെ നിന്ന് പറഞ്ഞ മറുപടി എന്താ? ഇബ്രാഹിം നബി അലൈഹിസ്സലാം ജിബ്രീൽ എന്ന് പറയുന്ന മലക്കിനോട് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? ഏ ജിബ്രീലേ, നിനക്കെന്റെ സഹായം വേണ്ട, എന്നെ നീ സഹായിക്കണ്ട, എന്നെ സഹായിക്കാൻ ആള് വേണ്ട, എന്നെ സഹായിക്കാൻ എന്റെ റബ്ബിനറിയുമല്ലോ. എന്നെ പടച്ച റബ്ബുണ്ടല്ലോ, എന്നെ പടച്ച റബ്ബുണ്ടല്ലോ, ആ റബ്ബിനറിയാ എന്നെ സഹായിക്കാറ്. എന്റെ പ്രിയപ്പെട്ടവരെ, ചരിത്രം പഠിച്ചവരല്ലോ, നമ്രൂദിന്റെ തീകുണ്ടാരത്തിലേക്ക് കടന്നു പോയിട്ട് ദിവസങ്ങൾ കഴിഞ്ഞു. തന്റെ ശരീരത്തിലെ ഒരു രോമം പോലും കരിയാതെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം കുല്യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം. നമ്രൂദിന്റെ തീകുണ്ടാരത്തിനകത്ത് നിന്ന് ഒരു രോമം പോലും കരിയാതെ മാസങ്ങൾ കഴിഞ്ഞിട്ട് ഇബ്രാഹിം നബി അതിനകത്ത് നിന്ന് എഴുന്നേറ്റ് വന്നെന്ന് ഖുർആൻ പറയുമ്പോ